വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിലെ നേതാക്കൾക്കിടയിലെ അടിയും പിടിയും ഒക്കെ തീർന്നു. ഭിന്നത മയപ്പെടുത്താൻ CPIM നീക്കം നടത്തുകയാണ്. കയ്യാങ്കളിയിൽ ഏർപ്പെട്ട നേതാക്കളെ ഒരുമിച്ചിരുത്തി ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചതാണ് ഏറ്റവും പുതിയ സംഭവം. കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പത്തനംതിട്ടയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവീൺ പുരുഷോത്തമൻ പറയും. സുജയ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തോമസ് ഐസക്കിന്റെ പ്രചരണം മന്ദഗതിയിലാണെന്നൊരു വിഭാഗം വാദിച്ചു. എന്നാൽ ഈ വാദം അടിസ്ഥാനരഹിതമാണെന്ന് മറുവിഭാഗവും ആരോപിച്ചു. തുടർന്നാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വാഗ്വാദവും ഒടുവിൽ കയ്യാങ്കളിയിലും കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഇത്തരത്തിൽ ഒരു കയ്യാങ്കളി സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഇന്ന് എല്ലാ അംഗങ്ങളെയും ഒരുമിച്ചിരുത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരമൊരു യോഗം നടക്കുമ്പോൾ ഭിന്ന അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പാർട്ടി അംഗങ്ങൾ തമ്മിൽ വിവിധ അഭിപ്രായങ്ങൾ പറയും. അത് CPMന്റെ ഒരു പ്രത്യേകതയാണ്. കോൺഗ്രസിനോ BJPക്കോ ആ ഒരു പ്രത്യേകതയില്ല. ഈ കയ്യാങ്കളി നടന്നു എന്ന വാർത്ത വ്യാജമാണെന്നും ഇത്തരം വ്യാജ വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വ്യക്തമാക്കിയത്. ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി നേരിടും. ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രചരണത്തെ ചൊല്ലി തങ്ങൾ രണ്ടുപേർ തമ്മിൽ കയ്യാങ്കളി നടന്നിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PB ഹർഷകുമാറും A പത്മകുമാറും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. താനിപ്പോഴും ഇവിടെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്ന് A പത്മകുമാർ പറഞ്ഞു. അതേസമയം രാത്രി 11:30 മറ്റുള്ളവർ ഫോൺ വിളിച്ചാണ് മാധ്യമങ്ങളിൽ വന്ന ഈ കയ്യാങ്കളി വാർത്ത സംബന്ധിച്ച് താൻ അറിഞ്ഞതെന്നും PB ഹർഷകുമാറും വ്യക്തമാക്കി. എന്നെ അടിച്ചെന്നാണല്ലോ പറഞ്ഞത്, എന്നോടാരും ചോദിച്ചില്ലല്ലോ ഇതുവരെ തനിക്ക് ഇങ്ങനെ കിട്ടിയോന്ന്. അത് രാവിലെ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഓഫാന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുവോ? ഇപ്പോഴും ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ഇത് സൃഷ്ടിച്ചവർക്കല്ലാതെ എനിക്കിതിനെപ്പറ്റി എന്ത് പറയാൻ പറ്റും? എനിക്ക് വല്ലതും പറയാം. ഞാൻ ഇന്നലെ രാത്രി 11:30 വീട്ടിൽ ഉറങ്ങി കിടക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നതാണ് ഇങ്ങനൊരു വാർത്ത വരുന്നു. ഞാൻ പിന്നെ എന്ത് പറയും? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതലയുള്ള മന്ത്രി VN വാസവനും രംഗത്തെത്തി. താനും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രചരണം നടത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഈ ചർച്ച തിരുവോളം താൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ സമയം അത്രയും അവിടെ ഒരു കയ്യാങ്കളിയും നടന്നിട്ടില്ല എന്നാണ് മന്ത്രി VN വാസവൻ പ്രതികരിച്ചത്. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 വരെ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റി പങ്കെടുത്ത അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചതാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി മുൻ റാന്നി MLA രാജു എബ്രഹാമിനെ മത്സരിപ്പിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ഏതായാലും ഈയൊരു വിഷയത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലെ ഭിന്നത സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം ഇടപെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. തല്ലിയ ആൾക്കും പരാതിയില്ല, തല്ലുകൊണ്ടയാൾക്കും പരാതിയില്ല, തല്ലേ നടന്നിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത്. അപ്പോൾ പിന്നെ ആ വാർത്ത എവിടെ നിന്ന് വന്നു? അത് അറിയേണ്ടതുണ്ടല്ലോ. നിയമ നടപടിക്ക് പോകുമെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ അതിന്റെ തുടർ വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.